എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ പുഡിങ്ങിൽ ജെലറ്റിൻ, ചൈന ഗ്രാസ്, അഗർ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ പുഡിങ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മോഡിഫിക്കേഷൻസ് വരുത്താവുന്നതാണ് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട്. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു മിൽക്ക് ചോക്ലേറ്റ് പുഡിംഗ് ആണ്. മിൽക്ക് ചോക്ലേറ്റിന് പകരം നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ചോക്ലേറ്റ് ചേർത്തില്ലെങ്കിൽ സാധാരണ ഒരു മിൽക്ക് പുഡിംഗ് ആയിട്ട് നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, പാൽപ്പൊടി, അരിപ്പൊടി, കോൺഫ്ലവർ, പഞ്ചസാര, പാല്, ഫ്രഷ് ക്രീം, പിന്നെ വാനില എസൻസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ പുഡിംഗ് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന 50 ഗ്രാമോളം മിൽക്ക് ചോക്ലേറ്റ് ആണത്. അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മിൽക്ക് ചോക്ലേറ്റിന് പകരം നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ചോപ്പ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് ഉരുക്കി കിട്ടും. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ജെലറ്റിനും ചൈന ഗ്രാസിനും ഒക്കെ പകരമായിട്ടാണ് ഈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. പാൽപ്പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പഞ്ചസാര കൂടി ചേർത്തിട്ട് പാല് കുറേശ്ശെ ഒഴിച്ചിട്ട് കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ സോസ് പാനിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ കാണിക്കാൻ ഈസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ബാക്കിയുള്ള പാല് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സോസ് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നിങ്ങൾ നോക്കിയിട്ട് തന്നെ ചേർക്കുക. കാരണം മിൽക്ക് ചോക്ലേറ്റിലാണെങ്കിൽ നല്ല മധുരമുണ്ട്, പക്ഷേ ഡാർക്ക് ചോക്ലേറ്റ് കുറച്ചുകൂടെ ഒരു കയ്പ്പായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ മധുരം കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിപ്പോൾ ഒരു കുറുകി വന്നിട്ടില്ല, അപ്പോൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റിൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. ഇത് ചൂടുള്ളത് കാരണം ഇത് പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് തീ വേണമെങ്കിൽ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. കട്ട കെട്ടാതെ നിങ്ങൾ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീം, ഡബിൾ ക്രീം, ഹെവി ക്രീം ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു മിൽക്കിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്രീം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയം തീ ഓഫ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ചൂടാക്കിയിട്ട് തീ ഓൺ ആക്കിയിട്ട് നമ്മൾ ഒരിക്കലും വാനില എസൻസ് ചേർത്ത് കൊടുക്കരുത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയം നമുക്ക് പുഡിംഗ് ഒഴിച്ച് വെക്കാനുള്ള ഗ്ലാസ്സൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് വേണം നിങ്ങളത് ചെയ്യാനായിട്ട്. നിങ്ങൾക്കിത് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഗ്ലാസ്സുകളിലാക്കിയിട്ടും ചെയ്യാം. അപ്പോൾ ചൂടോടെ തന്നെ ഈ പുഡിംഗ് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് സെറ്റായി പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചൂടോടെ തന്നെ ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 പാത്രത്തിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഒറ്റ പാത്രത്തിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെർവിങ് ബോളുകളിലേക്ക് പുഡിംഗ് മാറ്റാവുന്നതാണ്. നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ നമ്മുടെ പുഡിംഗ് എല്ലാം ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് റൂം ടെമ്പറേച്ചർ ആകുന്നത് വരെ ഒന്ന് തണുപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യാനുസരണം നമുക്കെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം നിങ്ങളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പുഡിംഗ് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്.
ഈ പുഡിങ് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടും. നമുക്കിത് പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ടും പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ നമ്മളിതിൽ ജലറ്റിനും ചൈന ഗ്രാസും അഗറും ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഈ പുഡിങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് അലിഞ്ഞൊന്നും പോകുന്നില്ല, നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള അരിപ്പൊടിയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി പുഡിങ്ങാണ്. ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ പറയും വേണ്ട, വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ചേർത്തിരിക്കുന്ന കാരണം വളരെ നല്ലൊരു ടേസ്റ്റാണ്. ഇന്ന് നമ്മൾ ജലറ്റിനും ചൈന ഗ്രാസും ഒന്നും ചേർക്കാത്ത നല്ല ഈസി ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്